നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ റാപ്പിഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 200-ൽ കൂടുതൽ പ്ലെയേഴ്സ് പങ്കെടുത്ത ടൂർണമെന്റ് ആയിരുന്നു. അതുപോലെ ഈ ടൂർണമെന്റിലും ചാമ്പ്യൻ ആയിക്കൊണ്ട് ചെസ്സിൽ തനിക്കിനി ഒന്നും തന്നെ നേടാൻ ബാക്കിയില്ല എന്ന് കാൾസൺ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഇത് 5ാം തവണയാണ് അദ്ദേഹം റാപ്പിഡ് വിഭാഗത്തിൽ വേൾഡ് ചാമ്പ്യൻ ആകുന്നത്. ഇതിനു പുറമെ ക്ലാസിക്കൽ വിഭാഗത്തിൽ 5 തവണയും ബ്ലിറ്റ്സിൽ 6 തവണയും ലോക ചാമ്പ്യനായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ 16ാമത്തെ ലോക കിരീടമാണ്. മറ്റു പ്ലെയേഴ്സ് ഒറ്റത്തവണയെങ്കിലും ഒരു ലോക കിരീടം നേടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്താണ് ഇദ്ദേഹം 16 തവണ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡാനിയൽ ഡിബോവും ജോർജിയൻ ഗ്രാൻഡ് മാസ്റ്റർ ഖുബാരട്സെയും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ ദുബോവ് വൈറ്റ് സൈഡും ഖുബാരട്സെ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 മൂവ് ചെയ്തിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇന്ത്യൻ ഗെയിമാണ്. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യാം, അല്ലെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം, അതുമല്ലെങ്കിൽ E3 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ വൈറ്റ് ഇവിടെ C4 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ഗെയിമിൽ കണ്ടതുപോലെ തന്നെ ബ്ലാക്കിന് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു ക്വീൻസ് ക്യാപിറ്റൻ്റെ ഡിക്ലൈൻഡ് വേരിയേഷനിലേക്ക് ഗെയിമിനെ മാറ്റാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ D5 മൂവ് ചെയ്യുന്നില്ല, പകരം ഒരു ചെക്കോട് കൂടി ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ B4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഈ ഓപ്പണിംഗ് ബോഗോ ഇന്ത്യൻ ഡിഫൻസ് എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റിനിപ്പോൾ വേണമെങ്കിൽ നൈറ്റ് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഗെയിമിനെ നിംസോ ഇന്ത്യൻ ഡിഫൻസിൻ്റെ 3 നൈറ്റ്സ് വേരിയേഷനിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ F3 നൈറ്റ് വെച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യാം, അതുമല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാം. ദുബോവ് മെയിൻ ലൈൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇവിടെ ഈ ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല, പകരം A5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ A3 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ വൈറ്റ് ഇവിടെ പോൺ വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നില്ല, പകരം G3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്സ് എല്ലിലേക്ക് കാസലിംഗ് ചെയ്യുന്നു. ഇവിടെ വൈറ്റും കിങ്സ് എല്ലിലേക്ക് തന്നെ കാസലിങ്ങിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ G2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ C4 പോണ ഒരു അറ്റാക്കാണ്. വൈറ്റ് ഇവിടെ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ പോണിനെ സംരക്ഷിക്കാനോ ശ്രമിക്കുന്നില്ല, പകരം ആ പോണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കിങ്സ് എല്ലിലേക്ക് കാസലിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടുമ്പോൾ വൈറ്റ് ക്വീനിനെ C2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് മെയിൻ ലൈൻ. എന്നാൽ ബ്ലാക്ക് ഇവിടെ പോൺ വെച്ച് പോണിനെ ഒട്ടുന്നില്ല, പകരം ഈ ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുപോയാണ്. ബിഷപ്പിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് C7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കും നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ E5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ F6ലെ നൈറ്റിനെതിരെ അറ്റാക്ക് ഉണ്ട്. ബ്ലാക്ക് ആ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാണ്. നൈറ്റിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോൺ ഒട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഈ സമയത്ത് വൈറ്റ് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. E4 മൂവ് ചെയ്തുകൊണ്ട് D5ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് അതും അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ ഒട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ E5ലെ പോണിന് ഈ ബിഷപ്പിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബ്ലാക്ക് ഈ ബിഷപ്പിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. G5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ പോണിനിപ്പോൾ ബിഷപ്പിൻ്റെയും ക്വീൻ്റെയും സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന എങ്ങോട്ടെങ്കിലും മാറ്റുമ്പോൾ നൈറ്റ് വെച്ച് പോണിനെ എടുത്തുകൊണ്ട് ഒരു പോൺ ലാഭം നേടിയെടുക്കാമെന്നാണ് ബ്ലാക്ക് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ദുബോവ് ഇവിടെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം എടുക്കുകയാണ്. ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല, പകരം ബിഷപ്പ് വെച്ച് G5ലെ പോണിനെ എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ക്വീൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ്. ക്വീനെ H5ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് F6 മൂവ് ചെയ്തുകൊണ്ട് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ F6 മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് F4 മൂവ് ചെയ്യുമ്പോൾ ബ്ലാക്കിൻ്റെ ആ ബിഷപ്പ് ട്രാപ്പിലാകും. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ
പോൺ വെച്ച് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, പകരം ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുപോയാണ് ബിഷപ്പിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരു ബിഷപ്പ് പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. ബ്ലാക്കിൻ്റെ ബിഷപ്പ് സേഫ് ആയിട്ടുമുണ്ട്. ഇവിടെ വൈറ്റ് റൂക്കിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ D1ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ രണ്ടുപേർക്കും ഏകദേശം തുല്യ സാധ്യതകൾ തന്നെയാണ് ഉള്ളതെങ്കിലും വൈറ്റിൻ്റെ ക്വീനും നൈറ്റിനും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിംഗ് സ്കോർ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബിഷപ്പിനെ കൂടെ ഈ ഡയഗണലിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു നല്ലൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഇതൊരു മോശം മൂവാണ്. ബ്ലാക്കിൻ്റെ ഈ ഒരു മൂവോട് കൂടി വൈറ്റിന് ഗെയിമിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ദുബോവ് ഈ അറ്റാക്കുള്ള നൈറ്റിനെ ഇവിടെ നിന്ന് മാറ്റുന്നില്ല, പകരം E6 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ആ നൈറ്റ് ഇപ്പോൾ റൂക്കിൻ്റെ പിന്നിങ്ങിലായതുകൊണ്ട് ഇപ്പോൾ എങ്ങോട്ടേക്കും മാറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോൺ വെച്ച് വൈറ്റിൻ്റെ നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ വൈറ്റിന് ഒരു നൈറ്റോടെ നഷ്ടമായിട്ടുണ്ട്. എന്ന് വെച്ച് ഇപ്പോൾ തന്നെ പോൺ വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ തിരിച്ചു വിട്ടുന്നത് നല്ല മൂവല്ല. അങ്ങനെ പോൺ വെച്ച് നൈറ്റിനെ വിട്ടുകയാണെങ്കിൽ ബ്ലാക്കിനെ ബിഷപ്പ് വെച്ച് തിരിച്ചു വിട്ടാൻ പറ്റും. ഇവിടെ ഇപ്പോൾ വൈറ്റ് E4 പോൺ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു മേറ്റിംഗ് ത്രെഡ് കൊടുത്താലും ബ്ലാക്കിന് റൂക്ക് വെച്ച് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഇനി ബ്ലാക്കിനിവിടെ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടാനില്ല, ഒരു ബിഷപ്പ് കൂടുതലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊസിഷനിൽ ബ്ലാക്കിനാണ് വിജയ സാധ്യത. ഇവിടെ ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ വിട്ടുകയാണെങ്കിൽ ബ്ലാക്കിന് അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളതുകൊണ്ട് ദുബോവ് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ വിട്ടുന്നില്ല, പകരം ക്വീനെ G4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വെറുമൊരു ചെക്ക് കൊടുക്കുക എന്നല്ല വൈറ്റിൻ്റെ ഉദ്ദേശം. ഇവിടെ പ്രധാന ഉദ്ദേശം ക്വീനെ കൂടെ ഈ ഡയഗണലിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ബ്ലാക്കിനിവിടെ പ്രധാനമായും രണ്ട് ഓപ്ഷനുണ്ട്. ഒന്നുകിൽ കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബിഷപ്പ് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാം. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഇതിൽ ഏത് മൂവായിരിക്കും ബ്ലാക്കിന് നല്ലത് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഗെയിമിൽ ബ്ലാക്ക് കിങ്ങിനെ H8ലേക്കാണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ കിങ്ങിനെ മൂവ് ചെയ്യുന്നതിന് പകരം ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും നോക്കാം. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ചാണ് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് ധൈര്യമായിട്ട് പോൺ വെച്ച് നൈറ്റിനെ വിട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്കുമാണ്. ആ ബിഷപ്പിന് ഇപ്പോൾ രക്ഷപ്പെട്ട് പോകാനായിട്ട് വഴിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബിഷപ്പ് വെച്ച് പോൺ വിട്ടെടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് തിരിച്ചു വെട്ടാം. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്കാണ്. ബ്ലാക്കിനിപ്പോൾ ക്വീനെ വേറെ അങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ ക്വീൻ വെച്ച് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ ഒട്ടിയെടുത്തുകൊണ്ട് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ഇവിടെ ചെക്ക്മേറ്റ് ആവുകയും ചെയ്യും. അല്ലാതെ ഈ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്വീനിന് മൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ F6 സ്കോർ മാത്രമേ ഉള്ളൂ. അങ്ങനെ F6ലേക്ക് വരികയാണെങ്കിൽ വൈറ്റിനെ H4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാം. ആ ബിഷപ്പ് പിന്നിങ്ങിലായത് കാരണം എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ക്വീനെ F5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ചിനെ ഫോഴ്സ് ചെയ്താലും വൈറ്റിനിപ്പോൾ ക്വീനെ വെച്ച് ക്വീൻ ഇട്ടേണ്ട ആവശ്യമില്ല, ക്വീനെ വെച്ച് ബിഷപ്പിന് ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു ഫോർക്കിൻ ചെക്കാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരേ സമയം ബ്ലാക്കിൻ്റെ രണ്ട് പോണുകൾ അറ്റാക്കിലായിരിക്കുകയാണ്. പോരാത്തതിന് വൈറ്റിന് ഒരു ബിഷപ്പ് കൂടുതലുണ്ട്. ഇനി എന്തായാലും വൈറ്റിന് ഈ ഗെയിം വലിയ ബുദ്ധിമുട്ടില്ലാതെ വിജയിക്കാൻ കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇപ്പോൾ വൈറ്റ് ക്വീനെ വെച്ച് ചെക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നത് നല്ല മൂവല്ല. അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എന്തായാലും ദുബോവ് ആ നൈറ്റിനോട് എടുക്കുകയാണ്. പോൺ വെച്ച് നൈറ്റിനോട് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് ആ പോണിനോട്ട് എടുക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ റൂക്ക് വെച്ച് ആ പോണിനോട്ട് കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് വരും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് പോണിനോട്ടുന്നില്ല, പകരം റൂക്കിനെ F7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ലാഭം കിട്ടിയ ബിഷപ്പിനെ തിരിച്ചു കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ ബ്ലാക്കിനെ ക്വീൻ വെച്ച് തിരിച്ചു വിട്ടാം. എന്നാൽ വൈറ്റ് ഇവിടെ ഈ പോൺ വെച്ച് ബിഷപ്പിനെ വിട്ടെടുക്കുന്നില്ല, പകരം ബിഷപ്പ് വെച്ച് E4 പോണിനെ വിട്ടെടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഈ D7 പോണിനെതിരെ ഒരറ്റ കൂടെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരു ഡിസ്കബിൾ അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇതോടെ ആ പോണിനെതിരെ 3 പീസുകളുടെ അറ്റാക്കായിട്ടുണ്ട്.
എന്നാൽ വൈറ്റ് ഇപ്പോഴും പോൺ ഉപയോഗിച്ച് ബിഷപ്പിനോട് എടുക്കാനോ അല്ലെങ്കിൽ ആ പോണിന് ഒരു പീസിൻ്റെ സപ്പോർട്ടോ കൊടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ H5ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെയും റൂക്കിനെതിരെയും അതുപോലെ H7 പോണിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ എന്തായാലും ബ്ലാക്ക് ആ പോണിനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. റൂക്ക് ഉപയോഗിച്ച് D7 പോണിനെ എടുക്കുന്നു. ഇതോടെ വൈറ്റിൻ്റെ D1 റൂക്ക് അറ്റാക്കിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ ഒട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ആദ്യം റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ ഒട്ടുന്നു, ബ്ലാക്ക് ക്വീൻ ഉപയോഗിച്ച് തിരിച്ചു ഒട്ടുന്നു. ഇവിടെ ഇപ്പോഴും ബ്ലാക്കിൻ്റെ ബിഷപ്പ് അറ്റാക്കിലാണ്. എന്നാൽ ഈ ഗെയിമിൻ്റെ ആദ്യം മുതൽ കാണുന്ന പോലെ തന്നെ ദുബോവ് വെറുതെ കിട്ടുന്ന പീസുകളെ വെട്ടിയെടുക്കുന്നില്ല. എപ്പോഴും വളരെ വ്യക്തമായ പ്ലാനിങ് കൊണ്ടാണ് കളിക്കുന്നത്. ഇത്തവണയും ക്വീൻ ഉപയോഗിച്ച് ആ വെറുതെ കിട്ടുന്ന ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നില്ല. പകരം റൂക്കിനെ D1 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. കാരണം ബ്ലാക്കിൻ്റെ ക്വീനിന് ഇപ്പോൾ ഈ 7ാം നിര വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. വൈറ്റിൻ്റെ റൂക്കിന് ക്വീനിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്വീൻ ഉപയോഗിച്ച് റൂക്കിന് ഒട്ടാനും പറ്റില്ല. പോരാതെ തന്നെ ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഇപ്പോഴും അറ്റാക്കിലുമാണ്. അതുകൊണ്ട് ബ്ലാക്ക് ക്വീനെ E7 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ സപ്പോർട്ടും ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ഈ ബിഷപ്പിനെതിരെ അറ്റാക്കും ഉണ്ട്. ഇതോടെ ബ്ലാക്കിൻ്റെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വൈറ്റ് ഒരു സാക്രിഫൈസാണ് ചെയ്യുന്നത്. റൂക്കിനെ D8 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിനെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ H7 കൺട്രോൾ നഷ്ടപ്പെടുകയും അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ ഇവിടെയുള്ളൊരു ഓപ്ഷൻ ഒന്നുകിൽ ക്വീനെ നഷ്ടപ്പെടുത്തി കളിക്കുക അല്ലെങ്കിൽ ഈ കിങ്ങിനെ ചെക്കിൽ നിന്ന് മാറ്റുക എന്നാണ്. ഇവിടെ ഇപ്പോൾ കിങ്ങിനെ G7 മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ വെച്ച് H7 പോണിട്ട് കൊണ്ട് ചെക്ക് വരും. ഇവിടെയും ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് F6 മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ H6 ഒന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ E5 മൂവ് ചെയ്യാം അല്ലെങ്കിൽ F7 തന്നെ തിരിച്ചു പോകാം. F7 തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ E5 മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ F4 ഒന്ന് ചെക്ക് വരും. ഇവിടെയും ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ്ങിന് E6 മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ F5 ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇതെല്ലാം മനസ്സിലായതുകൊണ്ടാണ് ഈ പൊസിഷനിൽ റൂക്ക് ഉപയോഗിച്ച് ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.